Processing RTI application by Nodal Officer. Open RTI portal. വെബ് ബ്രൗസറിൽ RTI പോർട്ടൽ കേരള എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ടിൽ നിന്നും rtiportal.kerala.gov.in എന്ന URL പ്രവേശിക്കാവുന്നതാണ്. ലോഗിൻ യൂസിംഗ് ഇ-ഓഫീസ് ക്രെഡൻഷ്യൽസ്. ഇ-ഓഫീസ് യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇ-ഓഫീസ് ഹോം പേജിലെ RTI പോർട്ടൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും RTI പോർട്ടലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ക്ലിക്ക് ഓൺ ഇൻബോക്സ് മെനു. ഡാഷ്ബോർഡിൽ നിന്നോ മെനു ബാറിൽ നിന്നോ ഇൻബോക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇൻബോക്സിൽ ലഭിച്ചിട്ടുള്ളതും പ്രോസസ്സ് ചെയ്യേണ്ടതുമായ RTI ആപ്ലിക്കേഷനുകളാണ് കാണുന്നത്. RTI രജിസ്ട്രേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ RTI സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കാണാം. ഫോർവേഡിംഗ് RTI ആപ്ലിക്കേഷൻ ടു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. റിമാർക്ക് രേഖപ്പെടുത്തിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസറുടെ പേര് സെലക്ട് ചെയ്ത് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ വലതുവശത്തും ഫോർവേഡ് ബട്ടൺ ലഭ്യമാണ്. RTI ഫോർവേഡഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ കാണാം. നോഡൽ ഓഫീസറുടെ ഇൻബോക്സിൽ നിന്നും പ്രസ്തുത RTI ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട PIOയുടെ ഇൻബോക്സിലേക്ക് ലഭ്യമായി കഴിഞ്ഞു. അതർ ഫങ്ഷൻസ് ഓഫ് നോഡൽ ഓഫീസർ. ഫോർവേഡിംഗ് RTI ആപ്ലിക്കേഷൻ ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. RTI ആപ്ലിക്കേഷൻ മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫോർവേഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ വകുപ്പിന് കൈമാറാവുന്നതാണ്. ചേഞ്ച് SPIO, PIO ഓർ SO. മെനു ബാറിലെ ചേഞ്ച് സെക്ഷൻ ഓഫീസർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോഡൽ ഓഫീസറിന് കീഴിലുള്ള PIOമാരുടെ ലിസ്റ്റ് കാണാവുന്നതാണ്. ആഡ് സെക്ഷൻ ഓഫീസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നോഡൽ ഓഫീസർ തൻ്റെ കീഴിലുള്ള PIOമാരെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ ലിസ്റ്റിൽ ഓൾറെഡി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആകുകയും പകരം മറ്റൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ചേഞ്ച് സെക്ഷൻ ഓഫീസർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റീസബ്മിറ്റഡ് RTI. ഇൻ്ററിം റിപ്ലൈ നൽകിയ RTI അപേക്ഷകൻ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നോഡൽ ഓഫീസറുടെ ഇ-ഓഫീസ് റെസിപ്റ്റിൻ്റെ ക്രിയേറ്റഡ് ഫോൾഡറിലാണ് ലഭ്യമാകുന്നത്. ഇത് പരിശോധിച്ച് ബന്ധപ്പെട്ട PIOയ്ക്ക് കൈമാറേണ്ടത് നോഡൽ ഓഫീസറുടെ ചുമതലയാണ്. ഗീവ് ട്രെയിനിങ് ടു PIO ആൻഡ് അതർ ഓഫീസേഴ്സ് കൺസേൺഡ്. PIOമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും RTI സംബന്ധിച്ച ട്രെയിനിങ് നൽകേണ്ടത് നോഡൽ ഓഫീസറുടെ ചുമതലയാണ്.